ഇനി നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കുന്നത്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ ബോഡി ഫ്ലൂയിഡ് ഉള്ളതും അതേപോലെ സർക്കുലേഷൻ നടക്കുന്നതും. See here we know we need the nutrients and oxygen അല്ലേ. നമുക്ക് ന്യൂട്രിയൻസ് വേണം. നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എത്തുന്നത്? we are taking the food through the mouth and it reaches to the stomach, and from the small intestine it goes to small intestine. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നാണ് അത് അബ്സോർബ് ചെയ്യുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അത് അബ്സോർബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ തൊട്ടടുത്ത ഭാഗങ്ങളിലേക്കൊക്കെ വെറുതെ ഡിഫ്യൂഷൻ നടന്നാൽ എത്തിയാൽ മതി, കുഴപ്പമില്ല. അങ്ങനെയല്ലല്ലോ, നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തും ന്യൂട്രിയൻസ് എത്തണം അല്ലേ. അപ്പോൾ എന്ത് വേണം? ഈ പറയുന്ന ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സർക്കുലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് വേണ്ടി വരും. അതേപോലെ തന്നെ ഓക്സിജൻ വിച്ച് വി ആർ ടേക്കിംഗ് ഇൻസൈഡ് ദാറ്റ് ഈസ് റീച്ചിങ് ടു ദ ലങ്സ്. ലങ്സിലേക്കാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിനെ എടുക്കുന്നത്. ആ ലങ്സിൽ നിന്ന് ഓക്സിജൻ നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിലും എത്തണം. അതായത് നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലെത്തണം, നമ്മുടെ കാലിലെത്തണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ലങ്സിൻ്റെ അടുത്തൊന്നും അല്ല നമ്മുടെ തലയും കാലും ഒന്നും ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഭാഗത്തേക്ക് ഇതിനെയൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വേണം? ഒരു സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് വേണം, ഇതിനെയൊക്കെ സർക്കുലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ദ എസെൻഷ്യൽ എലമെന്റ്സ് വിച്ച് ഈസ് നീഡഡ് ഫോർ ദ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗാനിസം. To supply that there should be a circulating fluid, അല്ലെങ്കിൽ ഒരു മീഡിയം ആവശ്യമുണ്ട് ഇതിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്രിയൻസ് when it reaches to the tissues, that nutrients it will be converted in the form of ATP molecule by respiration. അതുപോലെ റെസ്പിറേഷന് വേണ്ടിയിട്ട് എന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പോൾ ഈ റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് ആസ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് വെൽ ആസ് ഈ അമിനോ ആസിഡ് ഒക്കെ ആണെങ്കിൽ അതിന്റെ അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തിട്ട് ഗ്ലൂക്കോണിയോജെനസിസ് വഴി ഗ്ലൂക്കോസ് ലിവറിൽ ഉണ്ടാക്കും. ആ അമിനോ ഗ്രൂപ്പ് അമോണിയ ആയിട്ട് മാറുന്നൊക്കെ പറഞ്ഞ് അമോണിയ ടോക്സിക് ആണ്, അതുകൊണ്ട് അത് യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണം. അത് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആണ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ഹാസ് ടു ബി റിമൂവ്, യൂറിയ ഹാസ് ടു ബി റിമൂവ്. അതിനും ആര് വേണം? ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം വേണം. കാരണം എന്താ? യൂറിയ ഉണ്ടാകുന്നത് ലിവറിലാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് നമ്മുടെ ബോഡിയിലെ എല്ലാ ടിഷ്യൂസിലുമാണ്. അവിടുന്ന് എക്സ്ക്രീഷൻ നടക്കുന്നത് നമ്മുടെ കിഡ്നി വഴിയാണ്. അപ്പോൾ ആ കിഡ്നിയിലേക്ക് ഈ പറയുന്ന എക്സ്ക്രീറ്ററി പ്രോഡക്റ്റിനെയൊക്കെ കൊണ്ടെത്തിപ്പിക്കുന്നത്, അതായത് അമോണിയ, urea like excretory waste it goes to the kidney, and carbon dioxide like excretory waste it goes to lungs. അപ്പോൾ ലങ്സിലേക്കും കിഡ്നിയിലേക്കും ഒക്കെ എക്സ്ക്രീറ്ററി വേസ്റ്റിനെ കൊണ്ടുപോകുന്നത് ആരാണ്? ഈ പറയുന്ന സർക്കുലേറ്റിംഗ് ബോഡി ഫ്ലൂയിഡ്സ് ആണ്. സോ ഹിയർ വി ക്യാൻ സേ the body fluids and circulation, it is very important for us for the transportation of nutrients and oxygen throughout our body, and collecting the carbon dioxide and the excretory waste as urea from different parts of our body and eliminate outside from our body. അതായത് ന്യൂട്രിയൻസിനെ ഓക്സിജനെ സപ്ലൈ ചെയ്യാനും അതേപോലെ ടൈം ടു ടൈം എക്സ്ക്രീറ്ററി വേസ്റ്റിനെ റിമൂവ് ചെയ്യാനും ഈ ഒരു പ്രോസസ്സ് ഉണ്ടായാലേ നടക്കുള്ളൂ. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സീ ഇൻ വെരി സ്മോൾ ഓർഗാനിസം. നമ്മൾ നൈഡേറിയ അതുപോലെ തന്നെ പൊറിഫറയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് ഒരു ഇതിൻ്റെ അകത്തൊക്കെ സ്പോഞ്ചസിലൊക്കെ ഇങ്ങനെ ഒരു കനാൽ സിസ്റ്റം ഉണ്ട്, വാട്ടർ കനാൽസ് ലൈക്ക് ഓസ്റ്റിയോസൈറ്റ്സ് ആൻഡ് ഓസ്റ്റിയോപോർ വഴി ഓസ്റ്റിയോസൈറ്റ്സ് വഴി ഇത് എന്താണ് വെള്ളം എടുക്കും, എന്നിട്ട് ഒരു വാട്ടർ കനാൽ സിസ്റ്റമാണ്. ഓസ്റ്റിയോപോർ വഴി അത് എലിമിനേറ്റ് ചെയ്ത് കളയും. എങ്ങനെയാണ് നമ്മൾ ഓസ്റ്റിയോപോർ ആൻഡ് ഓസ്കുലം അല്ലേ. അപ്പം ഇതിന് അതായത് ആ ബോഡിയുടെ ക്യാവിറ്റിയുടെ ഉള്ളിൽ ഒരു വാട്ടർ വാസ്കുലാർ സിസ്റ്റമാണ്. അതായത് ഒരു വാട്ടർ എൻ്റർ ചെയ്യുന്നതിൻ്റെ ഒപ്പം റിസീവ് ചെയ്യുന്ന ന്യൂട്രിയൻസിനെ ബോഡി അബ്സോർബ് ചെയ്യും. വാട്ടർ പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ എക്സ്ക്രീറ്ററി വേസ്റ്റിനെ പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അവർക്ക് ബോഡി ഫ്ലൂയിഡ്സ് ഒന്നുമില്ല. In the case of Nigeria also the same thing it occurs. It will take the nutrients through the water and it will eliminate the excretory waste through the water itself. ഇനി ചില ഇൻവെർട്ടിബ്രേറ്റ്സിൽ ലൈക്ക് ആർത്രോപോഡിനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബോഡി ഫ്ലൂയിഡ് ഉണ്ട്, അനലിഡിന് ബോഡി ഫ്ലൂയിഡ് ഉണ്ട്, അതേപോലെ മൊളസ്ക് അതിന് ബോഡി ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഇൻവെർട്ടിബ്രേറ്റിന്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റും ദേ ഹാവ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ദേ അണ്ടർഗോ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. എന്ന് പറഞ്ഞാൽ നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റം രണ്ട് തരത്തിലുണ്ട്. വൺ ഈസ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് അനദർ വൺ ഈസ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റം there are two different types. One is open and one is closed. Okay, so here open circulatory system, it is present in arthropod and non-cephalopod mollusk.
And closed circulatory system, where we can see the transportation, it occurs through the blood vessels or the vessels. അതായത് ഈ ബോഡി ഫ്ലൂയിഡ് പാസ് ചെയ്യുന്ന വെസൽസ് വഴിയായിരിക്കും. ആ വാസ്കുലാർ സിസ്റ്റം ഉണ്ടാവും അവർക്ക്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ വാസ്കുലാർ സിസ്റ്റം ഒന്നും ഇല്ല, അതിന്റെ ടിഷ്യൂസ് എല്ലാം ഈ പറയുന്ന ബോഡി ഫ്ലൂയിഡിന്റെ ഉള്ളിൽ കുളിച്ചാടിയിരിക്കുന്നത്. അതിനാണ് നമ്മൾ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സാധാരണ ആർത്രോപോഡിന്റെ ഒക്കെ കേസിൽ അവർക്ക് വാസ്കുലാർ സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ അവരുടെ ഹീമോലിംഫ് എന്ന് പറയുന്ന ഒരു വൈറ്റ് കളർ ഫ്ലൂയിഡ് ആണ് അവരുടെ ബോഡി ഫ്ലൂയിഡ്. അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വാസ്കുലാർ സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ എല്ലാ സെൽസും ഈ ഹീമോലിംഫില് ബാക്ഡ് ആണ്. അതേപോലെ തന്നെയാണ് നോൺ സെഫാലോപോഡ് മൊളസ്കിലും ഈ പറയുന്ന ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഇനി ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബോഡി ഫ്ലൂയിഡ് എപ്പോഴും ഒരു ക്ലോസ്ഡ് സിസ്റ്റം വഴിയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ടിഷ്യൂസ് ഒന്നും ഡയറക്റ്റ് ബോഡി ഫ്ലൂയിഡിൽ ബാത്ത് ചെയ്തിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ അത് അതിനകത്ത് ഡിപ്പായിട്ടായിരിക്കില്ല കാണുക. ഇറ്റ് വിൽ ബി ഹാവിംഗ് എ വെൽ സെപ്പറേഷൻ ആൻഡ് ദ ബോഡി ഫ്ലൂയിഡ് ഇറ്റ് വിൽ ബി പാസിംഗ് ത്രൂ ദ വെസൽസ്. അതാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം സാധാരണ കാണുന്ന annelid, cephalopod mollusk like octopus, and we can see in the case of vertebrates in the case lo ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമുക്ക് എന്താ കാണാൻ കഴിയുക? ഈ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് പാസ് ചെയ്യുന്നത് ഒരു ബ്ലഡ് വെസലിൽ കൂടി ആയിരിക്കും. ഇത് ഓർത്തിരുന്നോളണം കേട്ടോ, ഇത് മിക്കവാറും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വളരെ ചെറിയ ഓർഗാനിസത്തിലാണെങ്കിൽ ഡയറക്റ്റ് വെള്ളത്തിൽ നിന്ന് അതിന്റെ ന്യൂട്രിയൻസിനെ എടുത്ത് അത് വെള്ളത്തിൽ കൂടെ തന്നെ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയും. അവർക്ക് അവരുടേതായ ബോഡി ഫ്ലൂയിഡ്സ് ഒന്നുമില്ല. പിന്നെ ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ കേസിൽ ലൈക്ക് ആർത്രോപോഡ്, നോൺ സെഫാലോപോഡ്, മൊളസ്ക് ഒക്കെ എടുത്ത് നോക്കിയാൽ അവർക്ക് ഈ സർക്കുലേഷൻ ഉണ്ട്, സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ സർക്കുലേറ്ററി ഫ്ലൂയിഡ്, നമ്മൾക്ക് ബ്ലഡ് എന്നൊക്കെ പറയുന്ന ബ്ലഡ്, ലിംഫ് എന്നൊക്കെ പറയുന്ന അതിന് സെപ്പറേറ്റ് വെസൽസ് ഉണ്ട്. അവർക്ക് അത് പോവാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വെസൽസ് അല്ലെങ്കിൽ കുഴലുകളൊന്നും ഇല്ല. രക്തക്കുഴലുകൾ എന്ന് പറയില്ലേ നമ്മള്, അതൊന്നും ഈ പറയുന്ന ആർത്രോപോഡിനും നോൺ സെഫാലോപോഡ് മൊളസ്കിനും ഇല്ല. പക്ഷെ സെഫാലോപോഡ് മൊളസ്കിലും അനലീഡ് ഒക്കെ എടുത്ത് നോക്കിയാൽ മണ്ണിരയൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അതേപോലെ എല്ലാ വെർട്ടിബ്രേറ്റ്സിനും ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. സെഫാലോപോഡ് മൊളസ്കിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഒക്ടോപ്പസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് സാധാരണ ചോദിക്കാറുള്ള സെഫാലോപോഡ് മൊളസ്കും നോൺ സെഫാലോപോഡ് മൊളസ്കും ആണ്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളത് എന്ന് പറഞ്ഞിട്ട് സെഫാലോപോഡ് മൊളസ്ക്, നോൺ സെഫാലോപോഡ് മൊളസ്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് കൊടുക്കാം. സോ യു ഷുഡ് റിമെമ്പർ നോൺ സെഫാലോപോഡ് മൊളസ്ക് ദേ ഹാവ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, സെഫാലോപോഡ് മൊളസ്ക് ദേ ഹാവ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഇനി നമ്മൾ പറഞ്ഞു ഈ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, ഈ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്, സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെ പാർട്സ് ആണുള്ളത്. വൺ ഈസ് ബോഡി ഫ്ലൂയിഡ് ഉണ്ട്. Okay, and we can see the blood vessels, or we can say vessels, and we can say it will be having a pumping organ. ഉണ്ട്. So here body fluid നമ്മൾ പഠിക്കുന്നത് ഹ്യൂമൻ ബോഡി ഫ്ലൂയിഡ്സും സർക്കുലേഷൻ ആണ്. അപ്പൊ ഹ്യൂമനിൽ കാണുന്ന ബോഡി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ബ്ലഡ് ആൻഡ് ലിംഫ് ആണ് കേട്ടോ. ഹ്യൂമനിൽ കാണുന്ന ബോഡി ഫ്ലൂയിഡ് ഏതൊക്കെയാണ്? ബ്ലഡ് ആൻഡ് ലിംഫ്. Blood is the major body fluid, and lymph, that is the middleman of the human. Okay, ഈ lymph എന്ന് പറയുന്ന middleman ആണ്. അതിന് കാരണം എന്താ? ഈ ലിംഫ് എന്ന് പറയുന്നത് എന്താ? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ് അല്ലെ. നമ്മുടെ സെൽസിന്റെ ഇടയിൽ കൂടെ കാണുന്ന ഫ്ലൂയിഡ് ആണ് ലിംഫ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഹിയർ വി ക്യാൻ സീ ദ ബ്ലഡ് വെസൽ. ഇഫ് ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദിസ് ബ്ലഡ് വെസൽ വിൽ ബി കണ്ടെയ്നിങ് ബ്ലഡ്, ആൻഡ് ഹിയർ ഇഫ് ദ ടിഷ്യൂസ് ആർ ദെയർ. ഈ ബ്ലഡ് വെസൽസ് എന്തിനാ പാസ് ചെയ്യുന്നത്? ടിഷ്യൂസിന് ന്യൂട്രിയൻസ്, ഓക്സിജൻ എത്തിക്കാനും ടിഷ്യൂസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സ്ക്രീറ്ററി വേസ്റ്റിനെ റിമൂവ് ചെയ്ത് അത് റിലീസ് ചെയ്യാനും അത് പുറത്തേക്ക് കളയാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ ഏത് വഴിയാ പാസ് ചെയ്യുന്നത്? എക്സ്ട്രാ സെല്ലുലാർ സ്പേസിൽ കൂടെ എൻ്റർ ചെയ്തിട്ടാണ് അത് ടിഷ്യൂലേക്ക് എൻ്റർ ചെയ്യുക. ഈ എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലേക്ക് കാണുന്ന ഈ ഫ്ലൂയിഡ് എന്താണ്? ഇതാണ് ലിംഫ് അല്ലെ. ഇത് ലിംഫും ഇത് ബ്ലഡും ആണ്. അപ്പൊ നോക്കിക്കേ, ദ മിഡിൽ മാൻ ഇൻ ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ടിഷ്യൂ, അല്ലെങ്കിൽ ആ മീഡിയേറ്റർ, അതെന്താണ്? ലിംഫ് ആണ്. ഇത് ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. See here, the middleman of human is lymph, blood അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നത്. It is lymph because for passing the nutrients and oxygen from the blood to the tissues, that has to pass through the
mediator, that is nothing but the lymph, which is present in between the tissues or in between the cells, that is called as extracellular fluid, or it is also called as interstitial fluid. Okay, so the body fluid present in the human beings is blood and lymph. Lymph is also called as middleman of human. Now the vessels. Vessels we can classify into two different groups, that is arteries and veins. Arteries and veins. And this arteries and veins, when it is divided into small branches, that can be divided into arterioles. That is kunju arteries. The arterioles ആക്കി മാറും. And we can see this arterioles, again it will be divided into small branches as arteriolar capillaries. Arteriolar capillaries. അതേപോലെ veins, it will be divided into venules, and it will be again small branched into venular capillaries. Venular capillaries. ഈ arteriole capillaries ഉം venular capillaries ഉം തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവും. ഞാനിത് പറഞ്ഞുതരാം എന്താണ് ആർട്ടറി എന്താണ് വെയിൻ എന്ന് ആദ്യം നമുക്ക് നോക്കാം. ആർട്ടറി എന്ന് പറഞ്ഞാൽ the thickest blood vessel which is able to take blood from heart to different parts of the body. അതായത് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്ന സമയത്ത് ആ പമ്പിങ് പ്രഷറോട് കൂടി നല്ല തിക്കായിട്ടുള്ള വോളുള്ള ബ്ലഡ് കാപ്പിലറീസ്, ബ്ലഡ് വെസൽസ്, അതിനെയാണ് നമ്മൾ ആർട്ടറീസ് എന്ന് പറയാം. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഇപ്പോൾ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഹാസ് ടു റീച്ച് ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് അവർ ബോഡി. അത് ചുമ്മാ ഒഴുകല്ല, പമ്പിങ് പ്രഷറോട് കൂടിയാണ് പോവുക. അപ്പോൾ ആ പമ്പിങ് പ്രഷർ താങ്ങാൻ കഴിയത്തക്ക രീതിയിൽ അതിൻ്റെ വോളിന് നല്ല തിക്നെസ് ഉണ്ടാവും കേട്ടോ. ഞാൻ ആ വോളിൻ്റെ ഹിസ്റ്റോളജി പറഞ്ഞുതരാം, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഈ വോൾ തിക്കായിട്ടുള്ള വോളുള്ള ബ്ലഡ് വെസൽസ്, അത് പമ്പിങ് പ്രഷറോട് കൂടി വരുന്ന ബ്ലഡിനെ കടത്തി വരുന്ന ബ്ലഡ് വെസലിനെ നമ്മൾ ആർട്ടറി എന്ന് പറയും. അതിന് വാൽവിന്റെ ആവശ്യമില്ല. സാധാരണ ആർട്ടറീസിൽ വാൽവില്ല, അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് വെയിൻ. വെയിൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്ന് ബ്ലഡ് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലിനെയാണ് വെയിൻ എന്ന് പറയാം. അവിടെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ബ്ലഡ് ഒഴുകിയാണ് ഹാർട്ടിലേക്ക് വരിക. അവിടെ എന്താണ്, പമ്പിങ് പ്രഷർ ഇല്ല. അതുകൊണ്ട് തന്നെ വെയിൻ്റെ വോളിന് എപ്പോഴും തിക്നെസ് കുറവാണ്. വെയിൻ്റെ വോളിന് തിക്നെസ് കുറവാണ്. പക്ഷെ ആർട്ടറിയുടെ വോളിന് തിക്നെസ് കൂടുതലാണ്. അവിടെ പമ്പിങ് പ്രഷർ ഉണ്ട്, വെയിനിന് പമ്പിങ് പ്രഷർ ഇല്ല. വെയിനിന് ശരിക്കും പറഞ്ഞാൽ വാൽവിന്റെ ആവശ്യമുണ്ട്. കാരണം എന്താ, അവിടെ പമ്പിങ് പ്രഷർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ദിസ് ബ്ലഡ് ഹാസ് ടു ബി റെഗുലേറ്റഡ്. അതിന്റെ അതിൽ കൂടെ വെയിനിൽ കൂടെ ഒഴുകുന്ന ബ്ലഡിന്റെ ഫ്ലോ റെഗുലേറ്റ്, അതിന്റെ ഡയറക്ഷൻ റെഗുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ വെയിൻസിന് വാൽവ് ഉണ്ട്. ഇനി ചില വെയിനിന് വാൽവ് ഇല്ലാത്തതുണ്ട്, that I'll tell afterwards. But രണ്ട് exceptions ഉണ്ട്. സാധാരണ ആർട്ടറിക്ക് there is no valves. Veins they have valves. Arteries wall is thick and veins wall is thin. Now if you say arteries എന്ന് പറയുന്നത് മേജർ ബ്ലഡ് വെസൽ വിച്ച് ഇസ് കമ്മിങ് ഔട്ട് ഫ്രം ദ ഹാർട്ട്. ആ ആർട്ടറി വന്നിട്ട് പല ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ അതിന് ആർട്ടീരിയോൾസ് എന്ന് പറയും. അതായത് കുറച്ചും കൂടി ചെറുതായിരിക്കും, പക്ഷെ അതിന്റെ തിക്നെസ് ഒക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. പക്ഷെ അതിന്റെ ആ ബ്ലഡ് വെസലിന്റെ ഡയമീറ്റർ വന്നിട്ട് കുറച്ചും കൂടെ കുറവായിരിക്കും, ബ്രാഞ്ച്ഡ് ആയിരിക്കും. അതിന് നമ്മൾ ആർട്ടീരിയോൾസ് എന്ന് പറയും. വെന്യൂൾസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ മേജർ വെയിൻ അത് വീണ്ടും ബ്രാഞ്ച്ഡ് ആയിട്ട് ചെറിയ ചെറിയ വെയിൻലെറ്റ്സ് ആയിട്ട് മാറും. That is called as venules. അതിന് നമ്മൾ venules എന്ന് പറയും. ഇനി ഈ ആർട്ടീരിയോൾസിൽ കൂടെ വരുന്ന ബ്ലഡിനകത്ത് എന്താ ഉള്ളത്, നമുക്ക് സപ്ലൈ ചെയ്യാനുള്ള സാധനങ്ങളാണുള്ളത് അല്ലേ. അതായത് ഹാർട്ടിൽ നിന്ന് വരുന്ന ഇതിനകത്ത് ബ്ലഡിനകത്ത് ഇപ്പൊ നമുക്കറിയാം അയോർട്ട, ഇറ്റ് വിൽ ബി പമ്പിങ് ഫ്രം ദ പമ്പിങ് ബ്ലഡ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ വിച്ച് വിൽ ക്യാരി ഓക്സിജൻ എന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പൊ അങ്ങനത്തെ ബ്ലഡ് വരുമ്പോൾ അതിനകത്തുള്ള ഓക്സിജൻ it has to be diffused into tissues. അപ്പോൾ ടിഷ്യൂസിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകണമെങ്കിൽ അതിൻ്റെ ബ്ലഡ് വെസൽ വളരെ തിന്നായിരിക്കണം, എൻഡോതീലിയം കൊണ്ടുള്ള കവറിങ് ആയിരിക്കണം. ആ ബ്ലഡ് വെസല് വളരെ തിന്നായി എൻഡോതീലിയം കവറിങ് ഉള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് ബ്രാഞ്ചസ് ആയി
2 മൈക്രോമീറ്റർ ഡയമീറ്റർ അത്രയും ചെറിയ ഡയമീറ്റർ ആയി മാറുമ്പോൾ അതെന്തായി? ബ്ലഡ് കാപ്പിലറീസ് ആയി. ബ്ലഡ് കാപ്പിലറീസിലാണ് എന്ത് നടക്കുക? എക്സ്ചേഞ്ച് ഓഫ് ദ പാർട്ടിക്കിൾസ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ബ്ലഡ് കാപ്പിലറീസ്. ഇനി വെയിൻ കാപ്പിലറീസ് ഓർ വെനുലാർ കാപ്പിലറീസ്. വെനുലാർ കാപ്പിലറീസ് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ആ റെസ്പിറേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി മെക്കാനിസം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ദ സിസ്റ്റമിക് സർക്കിൾ, സിസ്റ്റമിക് ആർട്ടറി, ഇറ്റ് വിൽ ബ്രിങ് ദ ബ്ലഡ് ടു ദ ടിഷ്യൂസ് എന്ന് പറഞ്ഞു. ആ ടിഷ്യൂസിലേക്ക് നമ്മൾ ഓക്സിജൻ കൊടുത്തതിന് ശേഷം ടിഷ്യൂസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ എന്താ വേസ്റ്റ് പാർട്ടിക്കിൾസും റിസീവ് ചെയ്യുന്നത് എങ്ങോട്ടേ നടക്കുള്ളൂ? ഡിഫ്യൂഷൻ നടക്കുന്ന ബ്ലഡ് വെസലിലേക്ക് നടക്കുള്ളൂ അല്ലെ? അങ്ങനത്തെ ബ്ലഡ് വെസൽസ് ഇറ്റ് ഈസ് പ്രസന്റ് ഫോർ ദ വെയിൻസ് ഓൾസോ. വെയിൻസിലും അതേപോലെ തന്നെ ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പോൾ ആർട്ടീരിയോളാർ കാപ്പിലറീസിന്ന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ മേടിക്കാനുള്ളതൊക്കെ മേടിക്കുന്നത് എങ്ങോട്ടേക്കായിരിക്കും? വെന്യൂലാർ കാപ്പിലറീസിലായിരിക്കും. അതായത് ദിസ് ഈസ് ഇഫ് ഇറ്റ് ഈസ് ആർട്ടീരിയോളാർ കാപ്പിലറീസ്, ദിസ് ഈസ് വെന്യൂലാർ കാപ്പിലറീസ്, ദിസ് വിൽ ബി ജോയിൻ ടുഗദർ ലൈക്ക് ദിസ്. അപ്പൊ ഇത്രയും വരെ ആർട്ടീരിയോളാർ കാപ്പിലറീസ് ആണെങ്കിൽ ഇവിടെ മുതൽ അത് വെന്യൂലാർ കാപ്പിലറീസ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബോഡിയിൽ കാണുന്ന ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഉള്ളത് ദ മേജർ പമ്പിംഗ് ഓർഗൻ പ്രസന്റ് ഇൻ അവർ ബോഡി ഈസ് ഹാർട്ട്. ഹാർട്ട് ഓഫ് ഹ്യൂമൻ ഇറ്റ് ഈസ് 4-chambered heart and it is myogenic heart. 4-chambered myogenic heart. ഓക്കെ, നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കണം. ഫസ്റ്റ് വി വിൽ സി ദ ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ് ആൻഡ് ലിംഫ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ് ആൻഡ് ലിംഫ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വി വിൽ സി ബ്ലഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിൽ കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പൊ ഇത് ഓരോന്ന് 1 by 1 ആയിട്ടാണ് നമ്മൾ ഇനി അടുത്ത സെഷൻസിൽ പഠിക്കുന്നത്. സോ ഹിയർ ഫസ്റ്റ് വി വിൽ സി ബോഡി ഫ്ലൂയിഡ്സ്, ദാറ്റ് ഈസ് ബ്ലഡ് ആൻഡ് ലിംഫ്. First we will see blood. Blood is the major body fluid. So blood, it is the major body fluid present in human. So this blood, it consists of a fluid portion as well as the cellular portion. The fluid portion of the blood, it is called as the matrix of blood. That is nothing but plasma. Blood in the matrix എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മയാണ്. And we can see the cellular portion is also present in it. Cellular portion is also present in it. Plasma which is present in blood is around 55%. നമ്മുടെ ബ്ലഡിന്റെ 55% പ്ലാസ്മയാണ്. 45% എന്താണ്? സെല്ലുലാർ പാർട്ടാണ്. So this plasma, it consists of 92% water. 92% വെള്ളമാണ്. ബാക്കി 6 മുതൽ 8% വരെ പ്രോട്ടീൻസ് ആണ്. 6 to 8% it has proteins and we can see some minerals present in it. Okay, ഇതിനകത്ത് കുറച്ച് മിനറൽസ് ഉണ്ട്. അതേപോലെ we can see it has certain elements as amino acid, glucose, lipid, etc. ബിക്കോസ് ഇതൊക്കെ നമ്മുടെ ബ്ലഡിൽ കൂടെ എപ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് കേട്ടോ. സോ 92% ഓഫ് ദിസ് പ്ലാസ്മ ഇറ്റ് ഈസ് വാട്ടർ. 92% ഇറ്റ് ഈസ് വാട്ടർ. ആൻഡ് ദ മിനറൽസ് പ്രസന്റ് ഇൻ ദിസ് ഈസ്, മിനറൽസ് ഇതിനകത്ത് കാണുന്ന മിനറൽസ് സോഡിയം ഉണ്ടാവും, കാൽഷ്യം അയോൺസ് ഉണ്ടാവും, മഗ്നീഷ്യം അയോൺസ് ഉണ്ടാവും, Cl- അതായത് ക്ലോറൈഡ് അയോൺസ് ഉണ്ടാവും, പൊട്ടാഷ്യം അയോൺസ് ഉണ്ടാവും. ഇതൊക്കെയാണ് സാധാരണ കാണുന്ന മിനറൽസ് എന്ന് പറയുന്നത്. സോ ഹിയർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സോഡിയം അയോൺസ് എന്ന് പറയുന്നത് എക്സ്ട്രാ സെല്ലുലാർ കാറ്റയോൺ ആണ്. നമ്മുടെ സെല്ലിന്റെ പുറത്ത് ഏറ്റവും മേജർലി കാണുന്ന കാറ്റയോൺ ഏതാണ്? സോഡിയം ആണ്. പൊട്ടാഷ്യം വളരെ കുറവേ കാണുള്ളൂ. ദിസ് ഈസ് കോൾഡ് ആസ് ഇൻട്രാസെല്ലുലാർ കാറ്റയോൺ. അതുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ഈ പൊട്ടാഷ്യം കൊടുക്കാത്ത കേട്ടോ. പൊട്ടാഷ്യം ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, വളരെ കുറച്ചേ കാണുള്ളൂ. പക്ഷെ സോഡിയം ആണ് എപ്പോഴും എക്സ്ട്രാ സെല്ലുലാർ. ഇത് എക്സ്ട്രാ സെല്ലുലാർ പോർഷൻ ആണ് അല്ലെ. സെല്ലുലാർ പോർഷൻ ഇവിടെ കിടക്കണുള്ളൂ. സെല്ലിന്റെ പുറത്ത് കാണുന്ന മാട്രിക്സ് ആണ് ഈ പറയുന്ന പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പൊ പ്ലാസ്മയില്
എപ്പോഴും എക്സ്ട്രാ സെല്ലുലാർ കാറ്റയോൺ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതായത് സോഡിയം ആണ് എക്സ്ട്രാ സെല്ലുലാർ കാറ്റയോൺ എന്ന് പറയുന്നത്, പൊട്ടാഷ്യം ആണ് ഇൻട്രാ സെല്ലുലാർ കാറ്റയോൺ എന്ന് പറയുന്നത്. ഇനി 6 to 8% of protein is present in this. ഏതൊക്കെയാണ് the protein which is present in the plasma? Plasma consists of 3 different types of proteins like albumin, globulin, fibrinogen. ഓക്കെ, ആൽബുമിൻ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. അതായത് നമ്മുടെ ബോഡി ഫ്ലൂയിഡിന്റെ ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് അല്ല, ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആൽബുമിൻ. അതുപോലെ ഗ്ലോബുലിൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോർ ദ ഡിഫൻസ് മെക്കാനിസം. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ടല്ലോ, IgG, IgE, IgA, IgM എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ പഠിക്കുന്നില്ലേ, അതാണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. അതേപോലെ ഫിബ്രിനോജൻ എന്ന് പറയുന്ന ക്ലോട്ടിംഗ് പ്രോട്ടീൻ ആണ് കേട്ടോ, ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ ബ്ലഡ് ക്ലോട്ടിംഗ്. അതേപോലെ ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ അമിനോ ആസിഡ്, ഗ്ലൂക്കോസ്, ലിപ്പിഡ് എക്സെട്ര ബിക്കോസ് ദിസ് plasma or blood is the major transportation medium for these all nutrients. അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസിന്റെ ക്വാണ്ടിറ്റി നമുക്ക് എന്തിനകത്ത് കാണാൻ പറ്റും? ഈ പ്ലാസ്മയിൽ കാണാൻ പറ്റും. ഇനി പ്ലാസ്മ മൈനസ് ഫിബ്രിനോജൻ, ഇതെല്ലാം അതായത് വാട്ടർ ഉണ്ട്, മിനറൽസ് ഉണ്ട്, ആൽബുമിനും ഗ്ലോബുലിനും ഉണ്ട്, അമിനോ ആസിഡും ഗ്ലൂക്കോസും ലിപ്പിഡും ഇതൊക്കെ ഉണ്ട്. ബട്ട് മൈനസ് ഫിബ്രിനോജൻ, ക്ലോട്ടിംഗ് ഫാക്ടർ മാത്രം ഉണ്ടാവില്ല, ദാറ്റ് ഈസ് കോൾഡ് ആസ് സിറം. ഓക്കെ, അപ്പൊ പ്ലാസ്മ മൈനസ് fibrinogen, it is called as serum. Okay, so this is all about the combination of plasma. Now we will see the cellular portion of this blood. Cellular portion of blood, it consists of RBC, red blood cell, WBC or leukocyte, white blood cell, then next one it is platelets. Okay, so here we can see RBC is nothing but these are also, the cellular portion is also called as formed elements. Okay, cellular components is also called as formed elements. മൂന്ന് തരത്തിലുള്ള സെൽസ് ആണ് ഫോംഡ് എലിമെന്റ്സ് എന്ന് പറയുന്നത്. എന്താ അറിയോ? ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് സെൽസ് ആൻഡ് സെൽസ് സസ്പെൻഡഡ് ഇൻസൈഡ് ദ പ്ലാസ്മ, അതിനെയാണ് നമ്മൾ ഫോംഡ് എലിമെന്റ്സ് എന്ന് പറയാം. ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് സെൽസ്, ഇവിടെ ഫ്രാഗ്മെന്റ് ഓഫ് സെൽ എന്ന് പറയുന്ന പ്ലേറ്റ്ലെറ്റ് ആണ്, മനസ്സിലായോ? അതേപോലെ തന്നെ the cells which is suspended inside the plasma is called as the formed elements. RBC, that is the major component of cellular portion of this blood ഏറ്റവും കൂടുതൽ കാണുന്ന RBC ആണ്. That will be 5 to 5.5 million RBC will be present per mm³ of blood. ഒരു mm³ ബ്ലഡില് 5 മുതൽ 5.5 മില്യൺ RBC ഉണ്ടാവും. RBC present in human is a nucleate. ഇവർക്ക് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അതേപോലെ they will be having a shape of biconcave. They are biconcave shape. The formation of RBC is called as erythropoiesis. Formation of RBC is called as erythropoiesis. സാധാരണ എറിത്രോപോയിസിസ് നടക്കുന്നത് ബോൺ മാരോയിലാണ്. അഡൽട്ട് ഹ്യൂമൻ ബീയിങ്ങില് ബോൺ മാരോയിലാണ് എറിത്രോസൈറ്റ് ഫോർമേഷൻ നടക്കുന്നത്. RBCക്ക് പറയുന്ന വേറൊരു പേരാണ് എറിത്രോസൈറ്റ്. RBC is also called as erythrocyte. അപ്പോൾ എറിത്രോപോയിസിസ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ, അതായത് ഒരു 2 മാസം മുമ്പുള്ള ഫീറ്റസിന്റെ ഉള്ളില്, അതായത് ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ ഈ എറിത്രോപോയിസിസ് നടക്കുന്ന എംബ്രിയോ സാക്കി എന്നാണ്. Sorry, not embryo sac, I'm sorry, yolk sac, I'm sorry. Okay, a word മാറിപ്പോയതാ. So here erythropoiesis occurs in early embryo. Early embryo ile yolk sac എന്നാണ് എറിത്രോപോയിസിസ് നടക്കുക, അതായത് RBC ഫോർമേഷൻ നടക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേറ്റ് എംബ്രിയോയിലെ ലിവറിൽ നിന്നും സ്പ്ലീനിൽ നിന്നുമാണ് ലേറ്റ് എംബ്രിയോയില് എറിത്രോപോയിസിസ് നടക്കുക. അഡൽറ്റിന്റെ കേസിലോ
ബോൺ മാരോ എന്നാണ് എറിത്രോപോയിസിസ് നടക്കുക. ഓക്കെ, സോ ഹിയർ വൺസ് അഗൈൻ ഐ വിൽ ടെൽ RBC എന്ന് പറയുന്ന എറിത്രോസൈറ്റ്സ് ആണ്. 5 to 5.5 million RBC will be present per mm³ of blood, and they are enucleate biconcave shape, and it is filled with a completely hemoglobin. Hemoglobin fill ചെയ്താണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആണ് RBCയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് വി ക്യാൻ സി ദ ഫോർമേഷൻ ഓഫ് RBC is called as erythropoiesis. Erythropoiesis it occurs in bone marrow in the case of adult. Early embryo സ്റ്റേജിൽ യോഗ് സാക്കിലാണ് നടക്കുന്നത്. ലേറ്റ് എംബ്രിയോ സ്റ്റേജിൽ ലിവറിലും സ്പ്ലെയിനിലും ആണ് എറിത്രോപോയിസിസ് നടക്കുന്നത്. അതേപോലെ erythropoiesis in which the RBC formation, it occurs from the precursor cell called as hemocytoblast. Hemocytoblast ആണ് അതിന്റെ precursor cell. അതായത് ഹീമോസൈറ്റോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെല്ല് മെച്ചുവർ ആയിട്ടാണ് RBC ആയിട്ട് മാറുന്നത്. അതായത് എന്യൂക്ലിയേറ്റ് ബൈകോൺകേവ് RBC ഗ്യാസിൽ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കത്തക്ക രീതിയിലുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറൊക്കെ കിട്ടിയിട്ട് അത് ഡെവലപ്പ് ആവുന്ന ഹീമോസൈറ്റോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രിക്വേഴ്സർ സെല്ലിൽ നിന്നാണ്. Okay, and we can see this RBC, it is filled with hemoglobin. Hemoglobin, it is made with a 2 alpha and 2 beta chain in the case of adult, and in the case of infants it will be having 2 alpha and 2 gamma chain, we can see. And for the formation of RBC, RBC യുടെ ഫോർമേഷന് വേണ്ടിയിട്ട് നമുക്കിവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ iron and protein is required for the formation of RBC, and it is certain vitamins are also required for synthesis of RBC as vitamin B12 and folic acid. നമ്മൾ പറഞ്ഞില്ലേ മെഗാബ്ലാസ്റ്റിക് അനീമിയ is due to the deficiency of this one vitamin B12 and folic acid എന്നൊക്കെ പറഞ്ഞ pernicious anemia, that is due to vitamin B12 deficiency എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ആ വിറ്റാമിൻ B12ഉം ഫോളിക് ആസിഡിന്റെ പ്രസൻസിലാണ് RBCയുടെ സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, സോ ഇഫ് വി ടേക്ക് 100 ml of blood, it will be having 12 to 16 gram of hemoglobin in the blood. 100 ml bloodil 16 gram 12 to 16 gram hemoglobin വേണം നോർമലി. എന്നാൽ മാത്രമാണ് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ കുറവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ സേ വി ആർ ഇൻ അനീമിക് കണ്ടീഷൻ. അതേപോലെ തന്നെ വി ക്യാൻ സേ ദ ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് ആൻ RBC, ഇവർക്ക് ന്യൂക്ലിയസ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ അത് റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെല്ലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിനൊരു ലൈഫ് സ്പാൻ ഉണ്ട്, ദാറ്റ് ഈസ് അറൌണ്ട് 120 days. 120 days is the average life span of an RBC. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RBC will become weak, means ഹീമോഗ്ലോബിൻ ഈ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ ക്യാരി ചെയ്ത് പറ്റില്ലാതെയാവും. അത് പതുക്കെ ഡിസ്ട്രോയ് ആവാൻ തുടങ്ങും. അപ്പോൾ RBC വീക്ക് ആവാൻ തുടങ്ങും. ദേ വിൽ അണ്ടർഗോ റീസൈക്ലിംഗ് ഇൻ സ്പ്ലീനിൽ പോയിട്ട് അതവിടെ റീസൈക്ലിംഗ് നടക്കും. അതുകൊണ്ട് തന്നെ സ്പ്ലീൻ ഈസ് ദ ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് പറയും. സ്പ്ലീനെ നമ്മൾ എന്ത് പറയും? ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് പറയും. നൗ ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് WBC. WBC ഈസ് ഓൾസോ കോൾഡ് ആസ് ല്യൂക്കോസൈറ്റ്. WBCക്ക് പറയുന്ന പേരാണ് leukocyte. So WBC we can classify majorly into two different types, that is granulocytes and agranulocytes. WBC is divided into granulocytes and agranulocytes. Granulocytes ഗ്രാനുലോസൈറ്റ്സിന് നമുക്ക് ല്യൂക്കോസൈറ്റ്സ് നമുക്ക് ഗ്രാനുലോസൈറ്റ്സിന് എഗ്രാനുലോസൈറ്റ്സിന് ഡിവൈഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ല്യൂക്കോസൈറ്റിനെ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ അതിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ ചെറിയ കുത്തു പോലത്തെ ഗ്രാന്യൂൾസ് കാണുകയാണെങ്കിൽ അതിന് ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയും. ഗ്രാന്യൂൾസ് ഇല്ലാത്തതിന് എഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയും. ഇനി ഈ ഗ്രാന്യൂൾസ് കാണുന്ന ഏതൊക്കെ തരത്തിലുള്ള WBCയിലാണെന്നറിയോ, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ല്യൂക്കോസൈറ്റ്സിലാണെന്നറിയോ? ഗ്രാന്യൂൾസ് ആർ പ്രസന്റ് ഇൻ the cells as eosinophil, eosinophil, basophil and neutrophil. In this we can see the granule like structure.
ഓക്കെ, അതായത് ഒരുമാതിരി തരിതരി പോലെ കാണാം നമുക്ക് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ. ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്ന അതിന്റെ സൈറ്റോപ്ലാസം ക്ലിയർ ആയിരിക്കും, നമുക്ക് ഒരു ഗ്രാനുൾസും കാണാൻ കിട്ടില്ല. ദാറ്റ് ഈസ് സീൻ ഇൻ ദ കേസ് ഓഫ് മോണോസൈറ്റ്സ് ആൻഡ് ലിംഫോസൈറ്റ്സ്. മോണോസൈറ്റ്സ് ആൻഡ് ലിംഫോസൈറ്റ്സ്. അപ്പൊ ഈ WBC 5 തരത്തിലുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ഈസ്നോഫിൽ, ബേസോഫിൽ, ന്യൂട്രോഫിൽ വിച്ച് ആർ granulocyte, monocytes and lymphocytes are a granulocyte. ഈ eosinophil വന്നിട്ട് that will be seen in our body around 2 to 3% eosinophil will be present. ഈ ഈസ്നോഫിലിന് അലർജിക് റെസ്പോൺസ് തരുന്ന സെൽസ് ആണ് കേട്ടോ. ഈസ്നോഫിൽ ഇറ്റ് വിൽ ഗിവ് റെസിസ്റ്റന്റ് ടുവേർഡ്സ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനെതിരെ വർക്ക് ചെയ്യുന്ന WBC എല്ലാം ഇൻഫെക്ഷ്യസ് ഡിഫൻസ് മെക്കാനിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ്. അതായത് RBC ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ WBC ഇറ്റ് വിൽ ടേക്ക് പാർട്ട് ഇൻ ഡിഫൻസ് മെക്കാനിസം. അതിനകത്ത് ഈസ്നോഫിൽ വന്നിട്ട് ഇൻഫെക്ഷനെതിരായിട്ടും അതുപോലെ അലർജിക് റെസ്പോൺസ്, മേജർലി ഈസ്നോഫിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന അലർജിക് റെസ്പോൺസ് കൊടുക്കുന്നതാണ് ഈസ്നോഫിൽ സെൽസ് എന്ന് പറയുന്നത്. അതേപോലെ ബേസോഫിൽസ് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കുറച്ച് കാണുന്നതാണ്. അതായത് 0.5 to 1% മാത്രമാണ് ബേസോഫിൽ ഉണ്ടാവുള്ളൂ. ബേസോഫിലിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ഇറ്റ് വിൽ സെക്രേറ്റ് ഹിസ്റ്റാമിൻ, സെറാട്ടോണിൻ ആൻഡ് ഹെപ്പാരിൻ. ഇതിന്റെ സെക്രീഷൻ ആണ് ഹിസ്റ്റാമിൻ, സെറാട്ടോണിൻ ആൻഡ് ഹെപ്പാരിൻ. ഹിസ്റ്റാമിന്റെ, സെറാട്ടോണിന്റെ, ഹെപ്പാരിന്റെ ഒക്കെ സെക്രീഷൻ സഹായിക്കുന്ന ബേസോഫിൽ സെൽസ് ആണ്. അതിനകത്ത് ഹെപ്പാരിൻ ഈസ് ആൻ ആന്റി കൊയാഗുലന്റ്, അതായത് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവാതെ സഹായിക്കുന്ന ഹെപ്പാരിനാണ്. അതുപോലെ ഹിസ്റ്റാമിൻ ആൻഡ് സെറാട്ടോണിൻ, ഹിസ്റ്റാമിനും സെറാട്ടോണിനും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ സ്കിന്നിന്റെ അടിയിലിരിക്കുന്ന ഏരിയോളാർ സെൽസ് ഉണ്ടല്ലോ, നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ ഏരിയോളാർ ടിഷ്യൂ ഇല്ലേ, ഏരിയോളാർ ടിഷ്യൂ പഠിക്കുമ്പോൾ ഏരിയോളാർ ടിഷ്യൂവിൽ ഇരിക്കുന്ന മാസ്റ്റ് സെൽസിന്റെ സെക്രീഷനും ഹിസ്റ്റാമിനും സെറാട്ടോണിനുമാണ്. അതും അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കുന്നതാണ്. അതായത് ബേസോഫിൽസ് ഇറ്റ് വിൽ സെക്രീറ്റ് ഹിസ്റ്റാമിൻ ആൻഡ് സെറാട്ടോണിൻ that will give the allergic response, as well as heparin it will act as an anticoagulant. അപ്പോൾ നമ്മുടെ അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കുന്ന സെൽസ് ഈസ്നോഫിലാണ്. ഈ ഈസ്നോഫിലിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ സെറാട്ടോണിനും ഹിസ്റ്റാമിനും കഴിയും കേട്ടോ. അപ്പൊ അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കുന്ന സെൽസ് ഈസ്നോഫിലാണെങ്കിലും ആ ഈസ്നോഫിലിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ ഹിസ്റ്റാമിനും സെറാട്ടോണിനും വിച്ച് ഇസ് സെക്രീറ്റഡ് ഫ്രം ബേസോഫിൽ ആൻഡ് ഏരിയോളാർ ടിഷ്യൂവിനെ മാസ്റ്റ് സെൽസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നതാണ് ഹിസ്റ്റാമിനും സെറാട്ടോണിനും. അതും ഈ പറയുന്ന ഈസ്നോഫിലിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഉണ്ടായ. അതേപോലെ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ന്യൂട്രോഫിൽസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്ന ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 60 to 65%. അപ്പൊ നമ്മൾ ഇങ്ങനെ പെർസെന്റേജ് വൈസ് പറയുമ്പോൾ ഏകദേശം ല്യൂക്കോസൈറ്റ് എത്ര ഉണ്ടാവും എന്ന് പറയണ്ടേ? ഐ forgot to say that this will be around 6,000 to 8,000 mm3, 8,000 per mm3 of blood. ഇവിടെ നമ്മൾ 5 to 5.5 million RBCs will be present in mm3 of blood എന്ന് പറഞ്ഞു. അതേപോലെ WBC 6,000 to 8,000 per mm3 of blood ആണ് കേട്ടോ. അപ്പൊ ഇവിടെ WBC 6,000 മുതൽ 8,000 WBC ഉണ്ടാവാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിൽ കൂടുതൽ WBC കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മുടെ ബോഡിയിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു അലർജിക് റിയാക്ഷൻ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ ഹിയർ ദ WBC ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്നത് അതിന്റെ സൈറ്റോപ്ലാസം നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഗ്രാന്യൂൾ പോലെ ചെറിയ തരിതരി പോലത്തെ സ്ട്രക്ചർ കാണാൻ പറ്റും. അതിനെ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയും. ദാറ്റ് ഇൻക്ലൂഡ് ഈസ്നോഫിൽ, ബേസോഫിൽ ആൻഡ് ന്യൂട്രോഫിൽ. ഈസ്നോഫിൽ വന്ന് 2 to 3% ഉണ്ടാവും, അലർജിക് റെസ്പോൺസ് കൊടുക്കുന്നതാണ്, അതുപോലെ ഇൻഫെക്ഷനെതിരെ വർക്ക് ചെയ്യുന്നതാണ്. ബേസോഫിൽ എന്ന് പറയുന്നത് 0.5 to 1%, അതാണ് ഏറ്റവും കുറവ് കാണുന്ന WBC എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റാമിനെയും സെറാട്ടോണിനെയും ഹെപ്പാരിനെയും സെക്രീറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. ഹിസ്റ്റാമിനും സെറാട്ടോണിനും ഈസ്നോഫിലിന്റെ സ്റ്റിമുലേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഹെപ്പാരിൻ ഈസ് എൻ ആന്റികോയാഗുലന്റ്. അതേപോലെ ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് 60 to 65% ന്യൂട്രോഫിലാണ്. ഏറ്റവും കൂടുതൽ
നമ്പർ WBC കാണുന്ന ന്യൂട്രോഫിലാണ്. ന്യൂട്രോഫിലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ ആർ ഫാഗോസൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ന്യൂട്രോഫിൽ പോയിട്ട് ദാറ്റ് വിൽ ഫോം എ ഫുഡ് വാക്യൂൾ ലൈക്ക് സ്ട്രക്ചർ ആൻഡ് ഇറ്റ് വിൽ ഡു എൻഡോസൈറ്റോസിസ് ഫോർ ഓർ എൻഗൾഫിംഗ് ദാറ്റ് പർട്ടിക്കുലർ പാത്തോജനിക് ഓർഗാനിസം. അതിനാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഫാഗോസൈറ്റോസിസ് ചെയ്യാൻ കഴിവുള്ള ഒരു സെല്ലാണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് കേട്ടോ. സോ ന്യൂട്രോഫിൽസ് ദേ വിൽ ഡു ഫാഗോസൈറ്റോസിസ്. WBCക്കൊക്കെ ഇത്തരം ന്യൂക്ലിയസ് ഉണ്ട് കേട്ടോ. WBC എല്ലാം ന്യൂക്ലിയസ് ഉള്ള സെൽസ് ആണ്. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് മോണോസൈറ്റ്. മോണോസൈറ്റ് പ്രസന്റ് ഇൻ അവർ ബോഡി ഈസ് അറൌണ്ട് 6 to 8%. മോണോസൈറ്റ് ഇറ്റ് ഈസ് 6 to 8%. ഈ മോണോസൈറ്റിന്റെ ഫംഗ്ഷനും ന്യൂട്രോഫിലിന്റെ പോലെ തന്നെ ഫാഗോസൈറ്റോസിസ് ആണ്. ന്യൂട്രോഫിലിന്റെ പോലെ തന്നെ മോണോസൈറ്റ്സും സൈറ്റോസിസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് അവര് പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ എൻഗൾഫ് ചെയ്ത് അതിന്റെ ലൈസോസൈം വന്നിട്ട് ലൈസോസോം ഫിൽ ചെയ്തിട്ടുള്ള ഹൈഡ്രോലൈറ്റിക് എൻസൈം ആയ ലൈസോസൈമിനെ സെക്രീറ്റ് ചെയ്ത് ആ പാത്തോജനിക് ഓർഗാനിസത്തിനെ കൊന്നുകളയും. അതായത് സെൽ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദാറ്റ് പർട്ടിക്കുലർ പാത്തോജനിക് ഏജന്റ്. അതുപോലെ ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്ന ഏകദേശം 20 to 25% ആണ് നമ്മുടെ ബോഡിയിലുള്ള 20 to 25% ലിംഫോസൈറ്റ്സ് ആണ്. There are two different types of lymphocyte, T and B lymphocyte. T lymphocyte ഉണ്ട്, B lymphocytes ഉണ്ട്. So T lymphocytes that give cell mediated immunity. T lymphocytes എന്ത് തരും? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി തരും. B lymphocytes that give ഹ്യൂമറസ് ഇമ്മ്യൂണിറ്റി, അതായത് ഫ്ലൂയിഡ് മീഡിയേറ്റഡ് ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ് B lymphocytes ഉണ്ടാക്കുക. So T lymphocytes and B lymphocytes that also will help in infectious any infectious disease if it happen to our body. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷ്യസ് ഓർഗാനിസം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് B lymphocytesഉം T lymphocytesഉം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ WBCന്റെ മൊത്തം ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡിഫൻസ് മെക്കാനിസം ആണ്. WBCക്ക് ന്യൂക്ലിയസ് ഉണ്ട്. WBCനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്രാനുലോസൈറ്റ്സും എഗ്രാനുലോസൈറ്റ്സും. ഗ്രാനുലോസൈറ്റ്സിന് വീണ്ടും 3 തരത്തിലുള്ള സെൽസ് കാണാം. ദാറ്റ് ഈസ് ഈസ്നോഫിൽ, ബേസോഫിൽ ആൻഡ് ന്യൂട്രോഫിൽ. ഈസ്നോഫിൽ ആണ് അലർജിക് റിയാക്ഷനെതിരെ വർക്ക് ചെയ്യുന്നത്. ബേസോഫിൽ വന്നിട്ട് ഏറ്റവും കുറവ് കാണുന്നത്. ബേസോഫിലിന്റെ ഫംഗ്ഷൻ ആണ് ഹിസ്റ്റാമിനെ, സെറാട്ടോണിനെ, ഹെപ്പാരിനെ സെക്രീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള. ന്യൂട്രോഫിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് ഫാഗോസൈറ്റിക് ആണ്. 60 to 65% ന്യൂട്രോഫിലാണ്. മോണോസൈറ്റും ലിംഫോസൈറ്റും എഗ്രാനുലോസൈറ്റ് ആണ്. അവർക്ക് ഗ്രാനുവൽസ് നമുക്ക് സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല. അവരുടെ സൈറ്റോപ്ലാസം വളരെ ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മോണോസൈറ്റിന്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസ് ആണ്. ന്യൂട്രോഫിലിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതാണ് ഈ മോണോസൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 20 to 25% ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ. അത് B lymphocytes ഉണ്ടാവും, T lymphocytes ഉണ്ടാവും. എവിടെയാണ് ഈ ലിംഫോസൈറ്റ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്നനുസരിച്ചിട്ടാണ് അതിനെ T lymphocytes എന്നും B lymphocytes എന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. T lymphocytes it will undergo differentiation in thymus ഗ്ലാൻഡിലാണ് T lymphocytesന്റെ ഡിഫറൻഷിയേഷൻ നടക്കുക. B lymphocytes it will undergo differentiation that is in bone marrow. ബോൺ മാരോയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് B lymphocytes എന്ന് പറയുന്നത് കേട്ടോ. So this is all about the WBC. ഇനി നമുക്ക് കാണാനുള്ളത് പ്ലേറ്റ്ലെറ്റ്സ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ത്രോംബോസൈറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന വേറൊരു പേരാണ് ത്രോംബോസൈറ്റ്സ്. നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ 1,50,000 to 3,00,000 WBC will be present per mm³ of blood. അതായത് 1,50,000 to 3,00,000. 3 lakhs is the number of platelets per mm³ of blood. Platelets in the function എന്താന്ന് വെച്ചാൽ platelets it will release certain clotting factors that will help in blood clotting. ഇതിന്റെ നമ്പർ അങ്ങ് കുറഞ്ഞു പോയാൽ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കാതെ വരും. അതായത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന് ആക്ടിവേഷൻ നടക്കാതെ വരും. അതുപോലെ അത് നടക്കാതെ വരുന്നത് എന്താ വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ പ്ലേറ്റ്ലെറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ വരും നമുക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ദിസ് പ്ലേറ്റ്ലെറ്റ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ത്രോംബോസൈറ്റ്സ്. ഇതിന് പറയുന്ന വേറൊരു പേരാണ്
Okay, these are not exactly cells, it is fragments of cells. അതുകൊണ്ട് തന്നെ നമുക്ക് DNA fingerprinting ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്ലേറ്റ്ലെറ്റാ കിട്ടുന്നെങ്കിൽ we will not be able to do the DNA fingerprinting from platelet or WBC. We need platelet or RBC. We need WBC for doing the നമുക്ക് ബ്ലഡ് സാമ്പിൾ ആണ് കിട്ടുന്നതെങ്കിൽ അതിനകത്ത് DNA fingerprinting ഒക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് പ്ലേറ്റ്ലെറ്റിന് നല്ല ന്യൂക്ലിയസ് ഇല്ല, RBCക്ക് കംപ്ലീറ്റ് ന്യൂക്ലിയസ് ഇല്ല, പക്ഷെ WBCക്ക് മാത്രമാണ് അവിടെ ന്യൂക്ലിയസ് ഉള്ളൂ. അതുപോലെ നമുക്ക് കാണാൻ പറ്റും there are certain special cells present in bone marrow called as megakaryocytes. ഈ megakaryocytes ആണ് എന്തായിട്ട് മാറുന്നത്, പ്ലേറ്റ്ലെറ്റ്സ് ആയിട്ട് മാറുന്നത്. Megakaryocytes which is present in the bone marrow that will help in converting the this one platelets or thrombocytes. അതുപോലെ the formation of thrombocyte is called as thrombopoiesis. നമ്മൾ പറഞ്ഞില്ലേ erythropoiesis, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ thrombopoiesis എന്ന് പറയും. Formation of this platelet that is called as thrombopoiesis. ഇനി നമുക്ക് ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ബ്ലീഡിങ് ഡിസീസസ് ആയിരിക്കും കേട്ടോ. അതേപോലെ നമ്മൾ RBC പറഞ്ഞപ്പോൾ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ആണ്. RBC പറഞ്ഞപ്പോൾ RBCയുടെ ഡയമീറ്റർ ഇറ്റ് ഈസ് 7 മൈക്രോമീറ്റർ ഡയമീറ്റർ ആണ്. 7 മൈക്രോമീറ്റർ ആണ് RBCയുടെ ഡയമീറ്റർ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിന്റെ ഡയമീറ്റർ ഞാൻ എത്രയാണെന്ന് പറഞ്ഞേ, 2 മൈക്രോമീറ്ററേ ഉള്ളൂ. ഈ 2 മൈക്രോമീറ്റർ ഉള്ള ഡയമീറ്ററിൽ കൂടെ ബ്ലഡ് കാപ്പിലറീസിൽ കൂടെ 2 മൈക്രോമീറ്റർ ഡയമീറ്റർ ഉള്ള ബ്ലഡ് കാപ്പിലറീസിൽ കൂടെ 7 മൈക്രോമീറ്റർ ഡയമീറ്റർ ഉള്ള ബൈകോൺകേവ് ഷേപ്പ് ഉള്ള RBC എങ്ങനെ കടന്നു പോകും? ഈ RBC എല്ലായിടത്തും എത്തിയാലല്ലേ നമുക്ക് ഓക്സിജനെയൊക്കെ എല്ലാ സെൽസിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, ഡിഫ്യൂഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ RBCക്ക് ബ്ലഡ് കാപ്പിലറീസിൽ കൂടെ പോവാൻ വേണ്ടിയിട്ട് RBC കണ്ടെയ്ൻ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ കോൾഡ് ആസ് സ്പെക്ട്രിൻ. സ്പെക്ട്രിൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രോട്ടീൻ ഉണ്ട്. ഈ സ്പെക്ട്രിൻ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഫോൾഡിങ് RBCനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യിപ്പിക്കും, എന്നിട്ട് ഈ പറയുന്ന ബ്ലഡ് കാപ്പിലറീസിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കും കേട്ടോ. സോ ഈ സ്പെക്ട്രിൻ എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീനാണ് RBCയുടെ ഫ്ലെക്സിബിലിറ്റി, RBC ഫ്ലെക്സിബിൾ ആക്കി അതിനെ ഫോൾഡ് ചെയ്യിപ്പിച്ച് ബ്ലഡ് കാപ്പിലറീസിൽ കൂടെ കടത്തി വിടുന്നത്. അതേപോലെ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുന്ന സമയത്ത് RBCയുടെ കൗണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അവർ പറയാറുണ്ട്, ഒരു ESR വെച്ചിട്ടുണ്ട്, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ട് ആവുള്ളൂ എന്നൊക്കെ അവർ പറയാറുണ്ട് അല്ലേ. എന്താണ് ഈ പറയുന്ന ESR എന്ന് പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു പിപ്പറ്റ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ നീണ്ട ഒരു കുഴലിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ബ്ലഡ് വലിച്ച് ഒരു സ്റ്റാൻഡുമ്പോൾ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. കുറെ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബ്ലഡ് എല്ലാം കൂടി ഇങ്ങനെ സെറ്റിലായിട്ട് കുറച്ച് മുകളിൽ കുറച്ച് ഫ്ലൂയിഡ് പോർഷൻ കാണാം, ബാക്കിയെല്ലാം ഡാർക്ക് കളറായിട്ട് അടിയിലേക്ക് ഇങ്ങനെ സെഡിമെന്റ് ചെയ്തേക്കുന്നതാണ്. എന്നിട്ട് പറയും ESR കൂടുതലാണല്ലോ, ESR കൂടുതലാണെങ്കിൽ കൂടുതൽ വരാൻ പാടില്ല, അങ്ങനെയൊക്കെ ഡോക്ടേഴ്സ് പറയാറുണ്ട് അല്ലേ. എന്താ ESR എന്ന് പറഞ്ഞാല് എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് ആണ് ESR എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ESR നോക്കാന്ന് പറയുന്നത്, ESR ഒക്കെ കോമൺ ആയിട്ട് ബ്ലഡ് റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ESR എന്ന് പറയുന്നത്. അതായത് ബ്ലഡിലെ ബേസിക് ടെസ്റ്റിൽ വരുന്ന ഒരു ടെസ്റ്റ് ആണ് ESR എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്. എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്. ഈ എറിത്രോസൈറ്റ് എന്ന് പറയുന്ന ബൈകോൺകേവ് ഷേപ്പിൽ, അപ്പൊ നമ്മളിങ്ങനെ ഈ ഓരോ കോയിൻ ഇങ്ങനെ അടുക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതേപോലെ RBCക്ക് റോലെക്സ് ഫോർമേഷൻ നടത്താൻ പറ്റും. റോലെക്സ് ഫോർമേഷൻ, RAULEX, റോലെക്സ് ഫോർമേഷൻ. ഓക്കെ, ഈ റോലെക്സ് ഫോർമേഷൻ നടത്തുക എന്ന് പറഞ്ഞാല് RBC ഓരോ ബൈകോൺകേവ് ഷേപ്പ് ആയിട്ടുള്ള RBC ഇങ്ങനെ ഒരു തിന്നായിട്ടുള്ള ഒരു ട്യൂബിൽ ഇങ്ങനെ ഒന്നിന്റെ മേലെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് നിർത്തുന്നത്. അത് ശരിക്കും അങ്ങനെ സ്റ്റാക്കിംഗ് അപ്പിയറൻസ് ഉണ്ടാവാനല്ല, അങ്ങനെ സ്റ്റാക്കിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടാവാനുള്ള കാരണം ഫിബ്രിനോജനാണ് കേട്ടോ. ഫിബ്രിനോജനാണ് അവരങ്ങനെ സ്റ്റാക്ക് ചെയ്ത് അങ്ങനെ ഒരു പൈല് പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. അതായത് ഒരു ഇങ്ങനെ ഒരു ഒരേ ലെവലിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. ആ റോലെക്സ് ഫോർമേഷൻ ആണ് ഈ എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ എത്രമാത്രം RBC ഉണ്ടാവോ അതൊക്കെ ഇങ്ങനെ അടിഞ്ഞ് അടിയിലേക്ക് പോവുകയും ചെയ്യും, ബാക്കിയെല്ലാം മേലേക്ക് വരികയും ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അത് ഒരുപാട് കൂടുതലാവേ. എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത് എന്താ അറിയോ, ആ
പിപ്പറ്റ് പോലത്തെ സാധനം ഉണ്ടല്ലോ, എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡ് വലിച്ചു വെക്കുന്ന ആ പിപ്പറ്റ് ഇല്ലേ, ആ പിപ്പറ്റിന്റെ കുറച്ച് മുകളിലത്തെ ഭാഗം, വെള്ളം പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗം അവർ എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്ത് നോക്കും. അതിപ്പോ ഒരു 7 or 8 ഒക്കെ ആണെങ്കിൽ അത് നോർമലാണ്. അതിലൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് RBCയുടെ കൗണ്ട് കുറവാണെന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ESR കൂടുതലാണല്ലോ, ഡോക്ടർ അപ്പൊ പറയും അനീമിക് കണ്ടീഷൻ ആണ്, ESR കൂടുതലാണ് എന്നൊക്കെ പറയും. അതുപോലെ WBC കൗണ്ട് കൂടുതലാണ്. കൗണ്ട് കൂടുതലാന്ന് പറയുമ്പോൾ RBC കൗണ്ട് അല്ല പറയുന്നത്, WBCയുടെ കൗണ്ടാണ് പറയുന്നത്. WBCയുടെ കൗണ്ട് കൂടിയാൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾക്ക് നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ സെല്ലുലാർ പോർഷൻ അല്ലെങ്കിൽ ഫോംഡ് എലമെന്റ്സിന്റെ പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ഇത് പഠിക്കാം, ബ്ലഡ് ഗ്രൂപ്പിംഗ് പഠിക്കാം കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ കമ്പോണൻസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്, ദാറ്റ് ഈസ് പ്ലാസ്മ ആൻഡ് ദിസ് വൺ ഫോംഡ് എലമെന്റ്സ്. ഇനി ഞാൻ പറഞ്ഞു പ്ലാസ്മ മൈനസ് ഫിബ്രിനോജൻ, ദാറ്റ് ഈസ് കോൾഡ് ആസ് സിറം. ഓക്കെ, സിറം നമ്മൾ സാധാരണ സെപ്പറേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ എന്തെങ്കിലും സിറോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആന്റിബോഡീസിന് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് സിറോളജിക്കൽ ടെസ്റ്റ്, സിറം വെച്ചിട്ടുള്ള ടെസ്റ്റ്. അപ്പൊ ഈ സിറോളജിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ബ്ലഡിൽ നിന്ന് സിറം സെപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ വിടും. ബ്ലഡിനെ ക്ലോട്ട് ചെയ്യുമ്പോൾ ഫിബ്രിനോജൻ ആ ക്ലോട്ടിങ്ങിൽ ടേക്ക് പാർട്ട് ചെയ്തോളും. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ ജസ്റ്റ് സെൻട്രിഫ്യൂജ് ദാറ്റ് ക്ലോട്ടഡ് ബ്ലഡ്. ക്ലോട്ടഡ് ബ്ലഡിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യും. ക്ലോട്ടഡ് ബ്ലഡിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു യെല്ലോ കളറിലൊരു ഫ്ലൂയിഡ് നമ്മുടെ എന്താ പറയാ ഇതിന്റെ ആ സെല്ലുലാർ പോർഷന്റെ മുകളിലായിട്ട് കിട്ടും. അതിനെയാണ് നമ്മൾ സിറം എന്ന് പറയാം. ആ സിറത്തിനകത്ത് ഈ പറയുന്ന ഗ്ലോബുലിനും ഉണ്ടാവും, ആൽബുമിനും ഉണ്ടാവും, പക്ഷെ ഫിബ്രിനോജൻ ഉണ്ടാവില്ല. അമിനോജനും ഗ്ലൂക്കോസും അതെല്ലാം കാണും, മിനറൽസ് ഒക്കെ കാണും. അപ്പൊ പ്ലാസ്മ മൈനസ് ഫിബ്രിനോജൻ, ഫിബ്രിനോജൻ ഓൾറെഡി താഴെ ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഫിബ്രിനോജൻ അതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ. സോ നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ബ്ലഡ് ഗ്രൂപ്പിംഗ്, ദാറ്റ് വിൽ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് സെഷൻ.